നിങ്ങൾ ആർക്കെങ്കിലും ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ടേ. അപ്പം അതിന്റെ കഥയാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പേ എൻ്റെ അച്ഛനും അമ്മയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ക്ഷമാപണമായിട്ടും കുറ്റസമ്മതമായിട്ടും കരുതണം. ഓക്കെ, ചേച്ചിക്ക് അറിയാം, ചേച്ചി മുമ്പേ പൊക്കിയതാ. ഓക്കെ, അപ്പം ഞാൻ 10ൽ പഠിക്കുമ്പോൾ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്രഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴാണ് അതിന് ക്രഷ്, പണ്ടെന്നാണെങ്കിൽ ഇപ്പോഴും പ്രേമം നോക്കി കളഞ്ഞു. അപ്പൊ എനിക്ക് ഇവനോട് ഭയങ്കര ക്രഷ്, ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം എനിക്ക് അന്നൊരു വട്ട് പിടിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവൾ എനിക്കൊരു ഐഡിയ പറഞ്ഞു, ഇവിടെ ഇപ്പോഴത്തെ ട്രെൻഡാണ്, നമ്മൾ ബ്ലഡ് വെച്ച് ലവ് ലെറ്റർ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഇവന്റെ പേര് എഴുതി കൊടുക്കണം, അങ്ങനെ ആകുമ്പോൾ ചെറുക്കന്മാർ വീടും എന്നുള്ള കാര്യം എനിക്ക് ഇവർ പറഞ്ഞു തന്നത്. പക്ഷേ എനിക്ക് അന്ന് തൊട്ട് ഈ പരിപാടികൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം വീട്ടിൽ പൊക്കാൻ തീർന്നു, അത്രേ ഉള്ളൂ, തീർന്നു. പിന്നെ പഠിത്തമില്ല, സ്കൂളും ഇല്ല, ആ പരിവാക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടുത്തെ പറഞ്ഞു, വീഡിയോ അതെനിക്ക് പേടിയാണ്. അപ്പോഴും വീഡിയോ അതൊന്നും പ്രശ്നമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ ബ്ലഡ് ഒക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ കൂടെ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു. സ്വന്തമായിട്ട് വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ പരിപാടിക്കും ഞാൻ അന്ന് എതിരായിരുന്നു. പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം, അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ അവരോട് ഓക്കെ ശരിയടി ഞാൻ കൈയൊക്കെ മുറിച്ചിട്ട് എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ അപ്പൊ എനിക്കൊരു ബുദ്ധി ചോദിച്ചു. അപ്പൊ ഞാൻ അയ്യത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കിയപ്പോ എന്താ, നമ്മുടെ കാട്ടുതക്കാളി പോലൊരു സാധനം, ഈ കുഞ്ഞു 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 ചുമന്ന കാലുകളുള്ളൊരു ചെടിയാണത്. ഞാൻ അതിന്റെ പടം കൊടുത്തേക്കാം, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് സലാല മൊബൈൽസിൽ ദുൽഖർ സൽമാനും നസ്രിയും കൂടെ ആടിപ്പാടി അഭിനയിച്ച ഈറൻ കാറ്റിൻ ആ പാട്ടുണ്ട്. അതിന് 4 വരി എഴുതാനേ എനിക്ക് പറ്റുള്ളൂ, കാരണം തക്കാളി തീർന്നു. അപ്പൊ ഞാൻ ഈ 4 വരി കൊണ്ട് ഞാൻ അങ്ങ് കാച്ചി ഞാൻ 4 വരിയൊക്കെ എഴുതിയിട്ട് ഞാൻ ഇവന്റെ കൊണ്ട് കൊടുത്തു. ഈ പൊട്ടൻ അത് കണ്ടിട്ട് അങ്ങ് വിശ്വസിച്ച് ഇത് എന്നോട് ചോദിക്കാം, ഗായത്രി ഇത് ഗായത്രി ചോരയല്ലേ, ചോര കൊണ്ടല്ലേ എഴുതിയത്? ഞാൻ പറഞ്ഞു അതെ, കയ്യൊക്കെ മുറിച്ചിട്ട് എഴുതിയത് കഷ്ടപ്പെടാം, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവനെന്നെ ഒരു പൊട്ടനായതാണ് അവനത് വിശ്വസിച്ച്. പക്ഷെ ഇതായിരുന്നു ഇതിന്റെ സത്യം, മനസ്സിലായോ? ഞാൻ പണ്ടേ ഇങ്ങനെ ഒരു ഓവർ ടാലന്റഡ് ഗേൾ ആയിരുന്നു. അപ്പം എന്നോട് എന്നോട് എന്തെങ്കിലും നിങ്ങൾക്ക് വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 വട്ടം ചിന്തിക്കണം. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് ഗൈസ്, ഭയങ്കര ബുദ്ധിയാണ്. പിന്നെ ഇതിൽ കൂടുതൽ ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കരുത്, കാരണം അവൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ടാണ്.